ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ മൺഡേ എത്തിയിരിക്കുന്നു. മൺഡേ മോട്ടിവേഷൻ്റെ ദിവസം. കുറച്ച് ദിവസമായില്ലേ മൺഡേ മോട്ടിവേഷൻ ചെയ്തിട്ട്. സോറി ഫോർ ദാറ്റ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ചില സാങ്കേതിക തടസ്സം എന്ന് വെച്ചാൽ തിരക്കാണ്. തിരക്ക് വരുമ്പോൾ കുക്കിംഗ് വ്ളോഗ്സ് മാറ്റി വയ്ക്കുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം ഏറ്റവും എളുപ്പം തോന്നുന്നത് നമ്മുടെ മൺഡേ മോട്ടിവേഷൻ മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ബ്യൂട്ടി വ്ളോഗ് മാറ്റി വയ്ക്കുക. ഇങ്ങനെ ഒരു ഓർഡറിലാണ് പോകുന്നത്. എങ്കിലും ഇത് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും മൺഡേ മോട്ടിവേഷൻ എന്നുള്ള ആ ഒരു ആ, എന്താ പറയുക, നമ്മൾ ആ സെഗ്മെൻറ്റ് ഇടയ്ക്കെങ്കിലും ഞാൻ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കട്ടെ. ദാറ്റ് ഈസ് ടോപ്പിക് ഓഫ് ഡിസ്കഷനാണ്. അല്ലാണ്ട് ഞാൻ ഒരു അഭിപ്രായവും ആരോടും അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായങ്ങൾ. ഇതിൽ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ എന്താ അറിയോ, ഏജാണ്. ഏജ് എന്ന് പറയുമ്പോൾ വയസ്സ്. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പറയാനാണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും പറയുന്നത് എന്താണ്, ഒരാളുടെ വയസ്സെന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ഒരു ഏജ് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഏജ് എന്ന് പറഞ്ഞാൽ ആ ആളുടെ മനസ്സിൽ എത്രയാണോ ആൾക്ക് തോന്നുന്നത് അതാണ് അവരുടെ ഏജ് എന്നാണ് പറയുന്നത്. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. വെറും ഒരു നമ്പറിന് വേണ്ടി പറയാം ഇത്ര വയസ്സായി ഇത്ര വയസ്സായിരുന്നു, പക്ഷെ അതല്ല യഥാർത്ഥത്തിലുള്ള ഒരാളുടെ വയസ്സെന്നൊക്കെ പറയും. അതൊക്കെ പറയുമ്പോഴും ദ റിയാലിറ്റി എന്താണെന്നും കൂടി നമ്മളൊന്ന് പരിശോധിക്കാം. ഓക്കെ, റിയാലിറ്റി എന്ന് പറയുന്നത് സൊസൈറ്റി, അതായത് സമൂഹം പ്രായമായവരോട് ഒട്ടും തന്നെ കൈൻഡ് അല്ല എന്ന് പറയുമ്പോൾ എന്താണ്, ഒട്ടും തന്നെ ദയ കാണിക്കാറില്ല, അല്ലെ ദയ ഉള്ള ആൾക്കാരല്ല സൊസൈറ്റിയുടെ മെജോറിറ്റി ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമുക്കൊരു ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊക്കെ ഒരു കാറ്റഗറി ഉണ്ട്. സൊസൈറ്റി ആസ് എ ഹോൾ എല്ലാവരെയും അടിച്ചാക്ഷേപിച്ച് പറയുകയല്ല, എങ്കിലും മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ സമൂഹമായിട്ട് കണക്കാക്കേണ്ടത്. ഈ മെജോറിറ്റിയുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ അവരാരും തന്നെ പ്രായമായ ആൾക്കാരോട് കരുണയുള്ളവരല്ല, ഒട്ടും കൈൻഡല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതായത് പ്രായമായി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഒരു കാര്യം പറയട്ടെ. അതായത് ഒരാളുടെ വയസ്സ് എത്രയാണെന്ന് ഊഹിച്ചു തുടങ്ങും. അതായത് ഓരോ സമൂഹത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അതായത് ഒരാൾക്ക് എത്ര വയസ്സായി, അത് വേറെ ആരുടെയും ആവശ്യമുള്ള കാര്യമല്ല. എങ്കിൽ പോലും ഒരാൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തൊക്കെ നടന്നു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് നടക്കുകയാണെങ്കിൽ ആ ആളിനെ കുറിച്ചുള്ള ഫസ്റ്റ് ചോദ്യം എന്തായിരിക്കും? ഊഹാപോഹങ്ങൾ. അവർക്ക് ചിന്തിക്കാൻ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഊഹിച്ചു തുടങ്ങും. അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ആ ആൾക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും, എത്ര വയസ്സുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഗസ്സിങ് ദി ഏജ്. അതാണ് ആദ്യത്തെ സംഭവം. രണ്ടാമത്തെ കാര്യം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചോദിക്കും. ചിലരാണെങ്കിൽ നേരിട്ട് ചോദിക്കുന്നവരുണ്ടാവും. ഓക്കെ, എത്ര വയസ്സായിട്ടുണ്ടാവും, എത്ര വയസ്സാണ്, എത്ര വയസ്സുണ്ട് എന്നുള്ള അനാവശ്യമായ ചോദ്യങ്ങളിലേക്ക് വരും. ഓക്കെ, രണ്ട് കാര്യങ്ങൾ. ഇത് രണ്ടും ഓക്കെ, ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. ചോദിക്കുന്നവരുടെ മനോധർമ്മം അനുസരിച്ചിട്ട് ചോദിക്കുന്നു. ഗസ് ചെയ്യുന്നതിൻ്റെ അവരുടെ മനോധർമ്മം അനുസരിച്ച് അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗസ് ചെയ്യുന്നു. അങ്ങനത്തെ ഗസ്സിങ് വർക്ക് നടത്തുന്നു. ആൻഡ് മൂന്നാമത് വരുമ്പോൾ ഈ തേർഡ് കാര്യമാണ് ഏറ്റവും അരോചകം എന്ന് പറയുന്നത്. ജഡ്ജിങ് വിത്ത് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് ജഡ്ജിങ് വിത്ത് ഏജാണ്. ഏജിനെ വെച്ച് പല കാര്യങ്ങളും ജഡ്ജ് ചെയ്യാം. ഇത്ര വയസ്സായി കഴിഞ്ഞാൽ ഇത്ര വയസ്സുള്ള ആളല്ലേ, എന്തിന് ആ കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തിന് ഈ കാര്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ജഡ്ജ് ചെയ്യാണ് ആ ഏജ് വെച്ചിട്ട്. ഒരു ഏജ് എന്ന് പറയുമ്പോൾ ഒരു ഏജ്, ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു 50+ ആയിട്ടുള്ള എല്ലാവർക്കും ബാധകമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന 50-ന് മേളിലുള്ള ആൾക്കാരെല്ലാം തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ചിലപ്പോൾ 45 തൊട്ടേ കേൾക്കേണ്ടി വരും. അപ്പോൾ പ്രായമനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ഇത്ര വയസ്സായില്ലേ, ആ വയസ്സുള്ളവർക്ക് എന്തെന്ത് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ജഡ്ജ്മെൻറ്റിലാണ് ആ കാര്യങ്ങളെല്ലാം. എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആരാണ് തീരുമാനിക്കുന്നത്? ഈ സോ കോൾഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ബഹുഭൂരിപക്ഷം ഉള്ള ആൾക്കാരാണ്. അതിൽ സ്ത്രീകളും ഉണ്ടാവും, പുരുഷന്മാരും ഉണ്ടാവും. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. അവർക്ക് ഇത്രയും വയസ്സായില്ലേ, അവരിത് ചെയ്യാമോ, അങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ ചെയ്യാമോ, അല്ലെങ്കിൽ ഈ വസ്ത്രം ധരിക്കാമോ, ഇങ്ങനെ ഫാഷനബിൾ ആകാമോ, അല്ലെങ്കിൽ തലമുടി ഇങ്ങനെ കെട്ടാമോ, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സാരി വെയർ ചെയ്യാമോ, അല്ലെങ്കിൽ അവർ വെസ്റ്റേൺ കോസ്റ്റ്യൂം ഇടാമോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളില്ലേ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചർച്ചയാണ്. അപ്പോൾ അത് കുറച്ച് ജഡ്ജ്മെൻറ്റ്, അവരെന്ത് ചെയ്താലും അത് വളരെ ജഡ്ജ്മെൻ്റലായിട്ട് കാണും. അത് എന്തിൻ്റെ ബേസിസിലാണ് ജഡ്ജ്മെൻ്റലാവുന്നത്? ആ വ്യക്തിക്ക് കഴിവുള്ള കാര്യത്തിനെ കുറിച്ചല്ല, കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. വയസ്സാണ് അവിടുത്തെ മാനദണ്ഡം. ഇത്രയും വയസ്സായില്ലേ, പിന്നെ എന്തിനത് ചെയ്യണം, ചെയ്യാതിരുന്നു കൂടെ, അല്ലെങ്കിൽ ചെയ്യുന്നത് എന്തിന്, അല്ലെങ്കിൽ ഏത് രീതിയിൽ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്താൽ പോരെ, അങ്ങനെ എന്തിനാ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയും. പിന്നെ രണ്ടാമത്തെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ പറയാം. ദാറ്റ് ഈസ് ജഡ്ജ്മെൻ്റൽ ആകുന്നു. അതോടൊപ്പം തന്നെ
വളരെ കൺവെൻഷനലായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരം പോലെ ചില കീഴ്വഴക്കങ്ങൾ അടിച്ചേൽപ്പിക്കാനും നോക്കുന്നു. അതാണ് അടുത്ത പോയിന്റ്. ഈ കീഴ്വഴക്കങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ടത്തെ സമൂഹത്തിൽ പഴയ അമ്മമാരെന്തൊക്കെ ചെയ്തു, അമ്മൂമ്മമാരെങ്ങനെയൊക്കെയാണ് ജീവിച്ചത്, അവരേത് രീതിയിലാണ് വസ്ത്രം ധരിച്ചിരുന്നത്, അവരേത് രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് കുറേ നോംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് ചലിക്കാൻ പാടില്ല. ഇത് ജനറേഷൻ മാറി, വർഷങ്ങൾ മാറി, എങ്കിലും ഔട്ട്ഡേറ്റഡ് ആയി പോയി കഴിഞ്ഞ ആൾക്കാർ എന്തിനാണ് വീണ്ടും മെയിൻ സ്ട്രീമിൽ വന്ന് ഓവറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ട് നടക്കാൻ ശ്രമിക്കുന്നത് എന്തിന് എന്നൊക്കെ ഉള്ള ചില സംസാരം ഉണ്ടാകും. സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്? കാര്യം ഇപ്പുറത്ത് നിൽക്കുന്ന ആളിന് വയസ്സ് കൂടിപ്പോയി എന്നുള്ളതാണ് കുറ്റം. ക്രൈം എന്താണ്? പ്രായമായിപ്പോയി. അതായത് 40 വയസ്സ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം, 45 കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം, 50സിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം, 60s ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം. ഇത് ഒരു വല്ലാത്തൊരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഈ 50 കഴിഞ്ഞ ആളാണെങ്കിലും 60 കഴിഞ്ഞ ആളാണെങ്കിലും ആരോഗ്യമുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് നല്ല ഫിറ്റാണെന്ന് സ്വയം ബോധ്യമുണ്ടെങ്കിൽ, പിന്നെ സ്വന്തമായിട്ട് നല്ല അപ്കീപ്പും നല്ലൊരു ഗ്രൂമിങ്ങും ഉണ്ടെങ്കിൽ, സ്വന്തമായി ശരീരവും മനസ്സും ശരീരഭാഗങ്ങളും ഒക്കെ നന്നായിട്ട് സൂക്ഷിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ ആരോഗ്യത്തോടു കൂടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ആർക്കാണ് കുഴപ്പം? അപ്പോൾ വയസ്സാണോ കുഴപ്പം? ഇത്രയും വയസ്സായി, ഇനി എന്തിനാ ചെയ്യുന്നത്, വെറുതെ ഇരുന്നൂടെ, റിട്ടയർമെൻറ്റ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. 60 കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യണം എന്നാണ്. അതായത് ഒരു 55, അത് 55, 53, 55, 58 റിട്ടയർമെൻറ്റ് ഏജ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. 60 വരെ റിട്ടയർമെൻറ്റ് ഏജാണ്. ബിറ്റ്വീൻ 50 ആൻഡ് 60 ആണ് റിട്ടയർമെൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉള്ളവർ എല്ലാ കാര്യത്തിൽ നിന്നും റിട്ടയർ ചെയ്ത് പോകണം എന്നാണ് ഈ പറയുന്ന സോ കോൾ സൊസൈറ്റിയുടെ ചില കീഴ്വഴക്കങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതല്ലാതെ നിന്ന് കഴിഞ്ഞാൽ എന്തിനാണ്? അതിൻ്റെ ആവശ്യം എന്താണ്? അടുത്ത ജനറേഷന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോയിക്കൂടെ? അടുത്ത ജനറേഷൻ തയ്യാറായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പഴയ ജനറേഷന് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ചെയ്യാതെ മാറി നിൽക്കണം എന്നുള്ളത് ഒരു അലിഖിത നിയമമാണോ? അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പം ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ പറഞ്ഞതും ഒരുപാട് ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ഇപ്പം ഞാൻ എൻ്റെ എക്സാമ്പിൾ എടുത്ത് പറയാനാണെങ്കിൽ പോലും എനിക്കും ഒരുപാട് അത്തരം, എൻ്റെ മുഖത്ത് നോക്കി ആരും പറയുന്നില്ലായിരിക്കാം, നമുക്കറിയാലോ, ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സ് എന്നുള്ളൊരു വലിയൊരു സംഭവം ഉണ്ടല്ലോ. അതിനകത്ത് നമ്മുടെ യൂട്യൂബിൽ ദൈവം സഹായിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷേ ഫേസ്ബുക്ക് പോലെയുള്ള ഒരു വല്ലാത്തൊരു ലോകമുണ്ട് അവിടെ. അവിടെയൊക്കെ വരുന്ന ഓരോ കമൻറ്റ്സ് കണ്ടാൽ നമുക്ക് എന്താ പറയുക, ദൈവം പോലും സഹിക്കില്ല എന്നൊക്കെ നമ്മൾ പറയില്ല. അത്തരം ഒരു ഭയങ്കര വല്ലാത്ത മാനസികാവസ്ഥയുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ സമൂഹത്തിലുള്ളതെന്ന് തോന്നിക്കുന്ന ചില കാര്യങ്ങൾ കേൾക്കാറുണ്ട്. എഴുതി പിടിപ്പിക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാനതൊന്നും റിയാക്ട് ചെയ്യുന്ന ആളല്ല. പക്ഷേ ഇത് പൊതുസമൂഹം അടിച്ചേൽപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. അതെൻ്റെ ഒരു തോട്ടാണ്. ഓക്കെ, അപ്പം ഇതെല്ലാം തന്നെ എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്, എന്തുകൊണ്ട് നന്നായി വസ്ത്രം ധരിക്കാൻ പാടില്ല, എന്തുകൊണ്ട് നന്നായിട്ട് ആക്റ്റീവ് ആകാൻ പാടില്ല, എന്തുകൊണ്ട് ഇപ്പോൾ ചാടി നടക്കണം പോലെ ഫാസ്റ്റായിട്ട് നടക്കുന്നാൽ അത് കുറ്റം, മല കയറിയാൽ അത് കുറ്റം, തറയിൽ കൂടി നടന്നാൽ അത് കുറ്റം. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എല്ലാം വളരെ ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കുറ്റം. ആസ്വദിക്കാൻ പാടില്ല, സന്തോഷിക്കാൻ പാടില്ല. അതായത് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യവും ചെയ്യരുത്, രാമനാമം ജപിച്ച് വീട്ടിലിരുന്ന് കൊള്ളണം എന്നാണ് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ സൊസൈറ്റി ഇത്രത്തോളമൊക്കെ അഡ്വാൻസ്ഡ് ആകുന്നതിന് മുമ്പേ പ്രായം എന്ന് പറയുന്ന അന്നക്കാലത്ത് കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അങ്ങനത്തെ ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അന്നൊരു റിട്ടയർമെൻറ്റ് ഏജ് ഉണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ ആൾക്കാർ മുത്തശ്ശി ആയിക്കഴിഞ്ഞാൽ മുത്തശ്ശിയുടെ റോള് മാത്രമേ ചെയ്യാനുണ്ടാവുള്ളൂ. അവർക്ക് മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാലം മാറി, കോലം മാറി എന്നൊക്കെ പറയുന്ന പോലെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മാറേണ്ട സമയം കഴിഞ്ഞു. ആൾക്കാരൊക്കെ ഇത്ര എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുമ്പോഴും ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വളരെ നാരോ മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുന്നവരുണ്ട്. വളരെ ഹെൽത്തി ആയിട്ട് ആരോഗ്യപരമായിട്ട് ജോലി ചെയ്യാൻ ഹെൽപ്പുള്ള ആൾക്കാർ, ഏത് പ്രായത്തിലാണെന്ന് ഉള്ള ആൾക്കാരാണെങ്കിലും പ്രായത്തിന് അതീതമായിട്ട് പ്രായം എന്നുള്ളൊരു കൺസിഡറേഷൻ സ്വയം തോന്നാറുണ്ട്. നമ്മൾ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ, പ്രായത്തിൻ്റെ പേര് പറഞ്ഞ് അതിനെ കളിയാക്കുക, അല്ലെങ്കിൽ അതിനെ തടസ്സം നിൽക്കുക, അതിനെ ക്രിട്ടിസൈസ് ചെയ്യുക, ഇതൊക്കെ എന്തിനാണെന്ന് മനസ്സിലാവണില്ല. അത് ശരിയാണോ? ഒട്ടും ശരിയല്ല അല്ലേ? ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ അറിയുന്ന ആൾക്കാർ ചെയ്യട്ടെ, ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യട്ടെ.
ചെയ്യാൻ പറ്റാത്തവർ ചെയ്യണ്ട, ഓക്കെ ഫൈൻ. ആരും ആരെയും നിർബന്ധിച്ച് ചെയ്യുന്നതല്ലല്ലോ. ഓരോരുത്തർ വോളണ്ടറി ആയിട്ട് ചെയ്യുന്നതാണ്. ചിലർ ആവശ്യം കൊണ്ട് ചെയ്യുന്നതായിരിക്കാം, ചിലർ പാഷൻ കൊണ്ട് ചെയ്യുന്നതായിരിക്കാം, ചിലർ അതൊരു സന്തോഷത്തിന് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ ആൾക്കാർ പലവിധമല്ലേ, ബഹുജനം പലവിധം എന്ന് പറയുന്ന പോലെ നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ പലവിധമാണ്. ഓരോ ആൾക്കാരും ഡിഫറെൻ്റ് ആണ്, വ്യക്തികൾ വ്യത്യസ്തരാണ്. അപ്പോൾ ഈ വ്യക്തികളെ എല്ലാം കൂടി ഒരു കൂട്ടിലിട്ട് ജനറലൈസ് ചെയ്ത് എല്ലാവരെയും ഒരുപോലെ കാണുകയും ഒരുപോലെ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യുന്നത് ശരിയല്ല. അതായത് പ്രായമാണ് ഇതിൻ്റെ എല്ലാം മാനദണ്ഡം. ഇത്ര വയസ്സിൽ ഇത്രേ ചെയ്യാവുള്ളൂ. 50 വയസ്സ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാം, ഇത് ആര് തീരുമാനിക്കുന്നു? അപ്പോൾ അമ്മയായിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് റൂള്, അമ്മൂമ്മയായിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് റൂള്, അതൊക്കെ ചെയ്താൽ മതി, അതിനപ്പുറത്തേക്ക് പോകണ്ടെന്ന് വീട്ടുകാർക്ക് കുഴപ്പമില്ലെങ്കിൽ പോലും നാട്ടുകാർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യും? അപ്പോൾ ഒരു ഇങ്ങനെ ഒരു ഫീലിംഗ് ആണ്, മനസ്സിലായില്ല? അത് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ എനിക്ക് അത്രയും ഫീൽ ചെയ്തിട്ടാണ് ഞാൻ ഭയങ്കര സങ്കടത്തിലാണെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. ഞാൻ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് നല്ല എന്താ പറയുക, തൊലിക്കട്ടി കൂടുതലാണ്. ഞാൻ ഇതൊക്കെ എന്ത് കേട്ടാലും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ ഇത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായത്. നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയണമല്ലോ. അപ്പോൾ ഇത് കുറേ നാൾ ഞാൻ ഈ ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിൽ വരുന്ന ഒരു കമൻറ്റും മറുപടി പറയാറില്ല. ഞാൻ സത്യം പറഞ്ഞാൽ നോക്കാറ് പോലുമില്ല. എൻ്റെ ഫേസ്ബുക്ക് മാനേജ് ചെയ്യുന്ന വേറൊരു അഡ്മിനാണ്, ഞാനല്ല, ഡയറക്റ്റ് അല്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പോസ്റ്റുകൾ ഇടും, ഫോട്ടോസ് ഇടും, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, ഒക്കെ നടക്കുന്നുണ്ട്. അതിൽ വരുന്ന കമൻറ്റ്സ് 90% ഞാൻ കാണാറില്ല. വല്ലപ്പോഴൊക്കെ എടുത്ത് ഞാൻ നോക്കുമ്പോൾ കാണുമ്പോൾ വളരെ രസകരമായ ഒരുപാട് അനാവശ്യമായ ഇത്തരം കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട്. പക്ഷേ അതിനൊന്നും പ്രതികരിക്കാനൊന്നും പോകാറില്ല കേട്ടോ. പക്ഷേ ഞാൻ ജനറലി പറയുകയാണ്, എനിക്ക് കുറേ നാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. കാര്യം ഇങ്ങനെ പറയുമ്പോൾ തന്നെ അവർക്ക് ഇത്രയും വയസ്സായെന്ന്, അവർക്ക് എത്ര വയസ്സുണ്ടാവില്ലേ, അവർ ഇത്രയും വയസ്സായോ, എന്നിട്ട് അവർക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് കൊള്ളാമല്ലോ, അല്ലെങ്കിൽ കൊള്ളൂലല്ലോ, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ നല്ലതും ചീത്തയും ഒക്കെ വരാറുണ്ടല്ലോ. ഇപ്പോഴും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇതൊക്കെ മതിയാക്കാറായില്ലേ, ഇതൊക്കെ എന്താ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കുറേ കമൻറ്റ്സ്. ഇങ്ങനെ പലതരം ആൾക്കാരുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെപ്പോൾ തോന്നുന്ന സമയത്ത് അത്രത്തോളം എനിക്ക് ആരോഗ്യമുള്ള സമയത്തോളം എനിക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നുന്നു അത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെ ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ ചെയ്യും. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് മാറ്റർ. പക്ഷേ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആൻഡ് ദ മെൻറ്റാലിറ്റി ഓഫ് ദി പീപ്പിൾ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഈ ഒരു കാഴ്ചപ്പാട്, ഇപ്പം ഞാനെന്നുള്ള വ്യക്തിയല്ലല്ലോ, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഞാനിവിടെ വന്ന് സംസാരിക്കുന്നു. പക്ഷേ ഇങ്ങനെ സംസാരിക്കാത്ത എത്രയോ ആൾക്കാർ, അവരൊന്നും ഒരു പക്ഷേ ഇതിലൊന്നും വരുന്നവരായിരിക്കില്ല, യൂട്യൂബ് ചാനലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടും നല്ല ഹാപ്പി ആയിട്ട് സ്മാർട്ടായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് നടക്കുന്ന ആൾക്കാരെ പോലും വെറുതെ വിടുന്നില്ല. എല്ലാവർക്കും പ്രശ്നമാണ്. അവരൊക്കെ ഒരു പക്ഷേ അവരുടെ ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആകാം, അല്ലെങ്കിൽ അവർ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആകാം, അവരുടെ സോഷ്യൽ മീഡിയ ബാക്കി ഹാൻഡിൽസിൽ ആക്റ്റീവ് ആകാം, സ്റ്റാറ്റസ് പടം ഇടുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നതിൻ്റെ സന്തോഷങ്ങൾ ഇതുപോലും കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി ഇതൊന്നും പല പല മാധ്യമങ്ങളിൽ കൂടി കാണുന്ന ആൾക്കാർ തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ ഫേസ്ബുക്ക് എന്നുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ളതായിരിക്കുമല്ലോ, ഒരു പ്രൊഫൈൽ ഉണ്ടാവും. അപ്പോൾ അതിലിടുന്നവർ മാത്രമല്ല, അല്ലാണ്ട് ഡേ ടു ഡേ ലൈഫിൽ തന്നെ നമ്മളൊരു വീട്ടിൽ താമസിച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകണു. ഇതൊക്കെ ചെയ്തു പോകുമ്പോഴും ചുറ്റും താമസിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വഴിയിൽ കാണുന്ന ആൾക്കാർ, വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ, കൊളീഗ്സ്, അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ എവിടെ നിന്നാണ് ക്രിറ്റിസിസം വരുന്നതെന്ന് ഒരു പക്ഷേ അറിയാൻ പറ്റില്ല. അവരുടെ മുഖത്ത് നോക്കിയായിരിക്കില്ല ഇത് പറയുന്നത്, അവരുടെ പിന്നിലായിരിക്കും പറയുന്നത്. ഒരു ഗ്രൂപ്പിലായിരിക്കും ഇത് ഡിസ്കഷൻ വരുന്നത്, വേറെ 4 പേര് കൂടിയിരിക്കുന്നത്. ഇവർക്ക് ഇത്രയും വയസ്സായില്ല, ഇനി ഇവർക്ക് മര്യാദയ്ക്ക് ഇരുന്നൂടെ, അല്ലെങ്കിൽ ഇവരെന്തിനാണ് ഈ പ്രായത്തിൽ ഇങ്ങനെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അവരങ്ങനെ പോകുന്നത്, അല്ലെങ്കിൽ അവർ എന്തിനാണ് ഇന്ന സ്ഥലത്തേക്ക് പോകുന്നത്, ഇവർ അവിടെ പോയി എൻജോയ് ചെയ്യാൻ എന്തായിരിക്കുന്നു, അവർ ഒറ്റയ്ക്ക് എന്തിനാണ് പോകുന്നത്, അല്ലെങ്കിൽ അവരിപ്പോൾ ഒരു പക്ഷേ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കാം പുറത്ത് പോകുന്നത്, ലേഡീസ് ഒള്ളി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ആയിരിക്കാം. ഇതിനെക്കുറിച്ചൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാകും. അവിടെ എല്ലാം മാനദണ്ഡം എന്താണ്, അവർക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവർക്ക് ആ കാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷെ എന്താണ് പ്രായം, അവരെല്ലാം പറയുന്നതിൻ്റെ ഒരു ടാഗ് ലൈൻ പോലെയാണ്, ഇത്ര പ്രായമായില്ലേ, ഇത്ര ചെയ്തില്ലേ, ഇനി എന്തിനാണ് ചെയ്യുന്നത്, ഇങ്ങനെ എന്തിനാണ് ഡ്രസ്സ് ചെയ്യുന്നത്, ഇത്രയും പ്രായമായില്ലേ, എന്തിനാണ് അവർ സ്വന്തമായിട്ട് ഇങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോകുന്നു, അല്ലെങ്കിൽ ഹെയർ സലൂണിൽ പോകുന്നു, അല്ലെങ്കിൽ അവർ ഭയങ്കര ഡിസൈനർ വെയറൊക്കെ ഇടുന്നു, എന്തിനാണ്, അവർക്ക് ഇത്രയും പ്രായമായില്ലേ എന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിൽ എല്ലാത്തിലും ഒരു പ്രായത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അതിനെ വെച്ചിട്ടാണ്, പ്രായമാണ് അതിൻ്റെ ഒരു മാനദണ്ഡം. അങ്ങനെ ഒരു പ്രായത്തിനെ വെച്ച് മാനദണ്ഡം വെച്ചിട്ട് ആൾക്കാരെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞത് എവിടെ ചെന്ന് അവസാനിക്കും? അപ്പോൾ പഴയ കാലമൊന്നുമല്ല, എപ്പോൾ റിട്ടയർ ചെയ്യണമെന്ന് തോന്നുന്നു, എപ്പം മതിയാക്കണമെന്ന് തോന്നുന്നു, അത് ഓരോ വ്യക്തികളെയും ആശ്രയിച്ചിരിക്കും. അവരെത്രത്തോളം ഹെൽത്തിയാണ്, ആ ഹെൽത്തും മനസ്സും ഉണ്ടെങ്കിൽ ചെയ്യുന്നതിൽ എന്ത് തെറ്റ്? അവരവരുടെ സൗന്ദര്യം സംരക്ഷിക്കുന്നെങ്കിൽ
അത് മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം? അവരുടെ ആരോഗ്യം നോക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം? അവർ ഹാപ്പി ആയിരിക്കാൻ വേണ്ടി അവരെന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ചെയ്യട്ടെ. ഒരു 60 വയസ്സായി അല്ലെങ്കിൽ 50 വയസ്സായി 55ആയി 65ആയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാൻ പാടുണ്ടോ? അതൊന്നും ശരിയല്ല. അങ്ങനെ പറയുന്നത് തെറ്റ് തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ അത് വളരെ തെറ്റാണ്. ഒരു മനുഷ്യനെ പോലും നമ്മൾ ഏജ് വെച്ചിട്ട് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കാലഘട്ടത്തിൽ എടുത്തു പറയുന്നു. കാര്യം ഈ കാലത്ത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു ലോകം. അഡ്വാൻസ്ഡ് ഇൻ ദ സെൻസ് ഇപ്പോൾ നമുക്കൊരു ഗ്രൂമിങ് വേണമെങ്കിലും ഇഷ്ടംപോലെ ബ്യൂട്ടി പാർലേഴ്സ് ഉണ്ട്. ഒരുപാട് ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫിസിക്കലി നല്ല ഫിറ്റായിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ അപ്പുറത്തേക്ക് പോയിട്ട് സൗന്ദര്യം കുറച്ചുകൂടെ ചെറുപ്പമാകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എന്താ പറയുക ബ്യൂട്ടി റിലേറ്റഡ് ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ് ഉണ്ട്. ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് അത്തരത്തിലും അവൈലബിൾ ആണ് ഈ കാലഘട്ടത്തിൽ. ഫോർ എക്സാമ്പിൾ ലൈക്ക് ബോട്ടോക്സോ അല്ലെങ്കിൽ ഫില്ലേഴ്സോ അല്ലെങ്കിൽ ഒരുപാട് ഈവൻ പലതരം പ്ലാസ്റ്റിക് സർജറീസ് വരെ ഉണ്ട്. എല്ലാ കാര്യത്തിനും അവൈലബിലിറ്റി ഉണ്ട്. കയ്യിൽ കാശുണ്ടായിരുന്നാൽ മാത്രം മതി. പിന്നെ ഒരു മനസ്സും ഉണ്ടാകണം, ഇത്രേ ഉള്ളൂ. അതല്ലാണ്ട് സ്വന്തമായിട്ട് തന്നെ അല്ലാണ്ട് വീട്ടിലുള്ള DIY പോലെയുള്ള കാര്യം പലതരം ഒറ്റമൂലികളും കാര്യങ്ങളും ഭക്ഷണത്തിലെ ക്രമീകരണങ്ങളും പിന്നെ ഹെൽത്ത് ക്ലബ്ബിൽ പോകുമ്പോഴും ജിമ്മിലൊക്കെ പോയിട്ടും ഒക്കെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവിടെയും ഞാൻ പറയാം, ജിമ്മിൽ പോകുമ്പോൾ എന്തിനാ ഇപ്പോഴും ഇനി ഈ പ്രായത്തിൽ എന്തിനാ ജിമ്മിൽ പോകണമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ ജിമ്മിൽ പോകുന്നവരോട്? ഒരു തലമുടി ശരിയാക്കാൻ പോയാൽ പോലും ചോദിക്കും, മുടി വെട്ടി അല്ലെങ്കിൽ ഷോർട്ടാക്കി അല്ലെങ്കിൽ ഫാഷനബിൾ ആക്കി അല്ലെങ്കിൽ മുടി ടെക്സ്ചറൈസ് ചെയ്തു, സ്ട്രെയിറ്റൻ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തിനീ പ്രായത്തിൽ നിന്ന് ചോദിക്കുന്ന എത്ര പേരുണ്ടാവും? ഉണ്ടാവില്ലേ? ഈവൻ ഐബ്രോസ് ഷേപ്പ് ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ടാറ്റൂയിങ്ങിനോ ഐബ്രോ മൈക്രോ ബ്ലേഡിങ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വേണമെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാമല്ലോ. ഈ പ്രായത്തിൽ ഇനി അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ ഇതൊക്കെ എന്താ പറയുക സൊസൈറ്റിയിൽ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഈ പറയുന്ന എല്ലാ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സും ജിമ്മിൽ പോക്കും പിന്നെന്താ പറയുക നമ്മളെ നോക്കുന്ന കാര്യങ്ങളും ഏജ് റിലേറ്റഡ് അല്ല ഇതൊന്നും. ഏജിനെ ഡിഫൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. പഴയ 50ഉം 60ഉം വയസ്സല്ല ഇപ്പോഴത്തെ 50ഉം 60ഉം വയസ്സ്. അതൊരു 10ഓ 15ഓ കൊല്ലം അങ്ങോട്ട് തള്ളാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ശാസ്ത്രം അത്രത്തോളം പുരോഗമിച്ചു കഴിഞ്ഞു. പിന്നെ ആളുകളുടെ മൈൻഡ് സെറ്റും മാറിയിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ ഇത്രയൊക്കെ പുരോഗതി നമ്മൾ പറയുമ്പോഴും കാഴ്ചപ്പാടിലൂടെ കാണുമ്പോഴും വെറുതെ കിണറ്റിലെ തവളകളെ പോലെ വെറുതെ ശബ്ദമുണ്ടാക്കുകയും വെറുതെ അനാവശ്യമായി ക്രിട്ടിസൈസ് ചെയ്യുകയും ബഹളം വയ്ക്കുകയും ചെയ്തിട്ട് ഒരർത്ഥവുമില്ല. അത് വളരെ തെറ്റാണ്. ഒരാളെ നമ്മൾ വിലയിരുത്തുന്നത് അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, അല്ലാതെ വയസ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കരുത്. വയസ്സെന്ന് പറയുന്നത് നമ്മൾ പറച്ചിലിൽ പറയും ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അത് പറച്ചിലിൽ മാത്രമല്ല, അത് റിയലായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ഒരാളുടെ മൈൻഡ് സെറ്റാണ് അവരുടെ ഏജ്. കൃത്യമായി പറഞ്ഞാൽ ആ ആളിന് എത്രയാണോ സ്വയം തോന്നുന്നത്, അവരുടെ വയസ്സ് എത്രയാണോ അതിനുള്ള ആരോഗ്യവും അതിനുള്ള മെൻ്റൽ സ്റ്റേറ്റും അതിനുള്ള പ്രാപ്തിയും ഉണ്ടെങ്കിൽ ഒരു പ്രായത്തിൽ തന്നെ ജീവിക്കട്ടെ. അതിന് താഴോട്ട് കൊണ്ടുവരാനോ മുകളിലോട്ട് കൊണ്ടുവരാനോ ഒന്നും മറ്റുള്ളവരൊന്നും അതിനുവേണ്ടി പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നടക്കുന്നവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അവർ അത്രയും സ്മാർട്ടായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഓക്കെ അവർ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, അവർ എക്സലൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നു. അവിടെ വയസ്സൊരു ജഡ്ജ്മെൻറ്റ് ക്രൈറ്റീരിയ ആക്കാണ്ടിരുന്നാൽ മതി. അപ്പോൾ ആൾക്കാർ അയ്യോ ഞാൻ വയസ്സായി പോയല്ലോ, ഇത്ര വയസ്സായല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എത്ര വയസ്സായാലും നമ്മുടെ മനസ്സാണ് ആ ശക്തി തരുന്നത്. വയസ്സ് നമ്മുടെ മൈൻഡിലാണ്. അത് ഓരോരുത്തരും വിചാരിക്കാം, മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളത് വിചാരിക്കേണ്ട. അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്, വയസ്സ് വെച്ച് ജഡ്ജ് ചെയ്യുന്ന. അത്തരക്കാരെ അതിൻ്റേതായ ലാഘവത്തോടു കൂടി അങ്ങ് കളയും. ഒരു സീരിയസ്നെസ്സും കൊടുക്കണ്ട. ഞാൻ അത്തരം ആൾക്കാരെ കുറിച്ചാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. പിന്നെ അതിനെല്ലാം മൈൻഡ് ചെയ്യാണ്ട് നമുക്ക് നമ്മുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം. അതാണ് എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ഫൈനലി പറയാനാണെങ്കിൽ എൻ്റെ ഒരേ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരേ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ പ്രായം നമ്മൾ തീരുമാനിക്കുന്നു. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക. എന്നോട് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണെന്ന് പറയാറുണ്ട്. ചേച്ചിയുടെ ലൈഫ്, ചേച്ചിയുടെ ആക്ടിവിറ്റീസൊക്കെ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട്. ഞങ്ങളും അതുപോലെ ആകാനായിട്ട് ശ്രമിക്കും. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഐ എം സോ ഹാപ്പി. അപ്പോൾ ഇത് ഞാൻ കുറച്ചുകൂടി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ വീണ്ടും ഞാൻ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നതും ഇത് സംസാരിക്കുന്നത്. ജസ്റ്റ് എ ഡിസ്കഷൻ. ഇത് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്ന് പറയുക. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.